രുദ്രന്റെ മുന്നിലേക്ക് മീര പതുക്കെ കുനിഞ്ഞിരുന്നു. അവളുടെ കൈകൾ അവന്റെ കവളുകളെ കോരിയെടുത്തു. തങ്ങി നിന്ന കണ്ണുനീർ തുള്ളികൾ അവൾ പതുക്കെ തുടച്ചു മാറ്റി. കരയാതിരിക്കൂ പ്ലീസ്, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് അവളെ മറക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട, സാരമില്ല. അതിന് എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. ഇല്ലെങ്കിൽ അവളെ മറക്കാൻ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഉപയോഗിച്ചോളൂ. ഞാൻ ഒന്നിനും എതിര് പറയില്ല. പക്ഷെ ദയവ് ചെയ്ത് ഇങ്ങനെ മണ്ടത്തരങ്ങൾ ചെയ്യരുത്, അവൾ പറഞ്ഞു നിർത്തി. ചില നേരങ്ങളിൽ താൻ പറയുന്ന വാക്കുകൾ തന്നെ തനിക്ക് വലിയ ശത്രുവായി മാറുമെന്ന് ആ പാവം അറിഞ്ഞിരുന്നോ ആവോ. അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഉള്ളിൽ വീണ്ടും സങ്കടം അണപൊട്ടിയൊഴുകി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സോറി മീര, അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അവൾ പതുക്കെ തലയുയർത്തിക്കൊണ്ട് പറഞ്ഞു. സാരമില്ല, കൈ വേണ്ട. അവൻ അവളുടെ വലതു കൈ കയ്യിലെടുത്തു. ആ കൈവെള്ളയിൽ ആർദ്രമായി ഒരു ചുംബനം നൽകി. നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അവൻ്റെ കരച്ചിലടങ്ങിയപ്പോൾ അവൾ ചോദിച്ചു. എഴുന്നേറ്റ് നിന്ന് അവൻ അവളെ ഒരു വട്ടം കെട്ടിപ്പിടിച്ചു. താങ്ക്സ്. അവൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ നേരിയൊരു ആശ്വാസമുണ്ടായിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും ഒപ്പമിരുന്ന് ആഹാരവും കഴിച്ചു. അതേസമയം കാർത്തിക് തൻ്റെ അച്ഛൻ്റെ മുറിക്ക് മുന്നിൽ മടിച്ചു നിന്നു. ഒടുവിൽ ഉള്ളിലെ ഭയമെല്ലാം മാറ്റിവെച്ച് അവൻ അകത്തേക്ക് നടന്നു. ഡാഡ് എന്ന് വിളിച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കിയ അവന് നേരെ മേശപ്പുറത്തിരുന്ന ഒരു ഫയലെടുത്ത് മറുവശത്തേക്ക് വെച്ചുകൊണ്ട് ദാസനൊന്ന് തിരിഞ്ഞു നോക്കി. ഡാഡ്, എനിക്ക് ഇന്ത്യയിലേക്ക് പോകണം. ദാസൻ അവനെ സൂക്ഷിച്ചു നോക്കി. എന്താ കാരണം? വെങ്കടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനാണ്. അദ്ദേഹം അവനെ ഒന്ന് തുറിച്ചു നോക്കി. നീ കുട്ടിയൊന്നുമല്ല, നമുക്കിവിടെ ഒത്തിരി പണികളുണ്ട്, അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷേ ഡാഡ് എന്ന് മടിച്ചുകൊണ്ട് തുടങ്ങിയവൻ പെട്ടെന്ന് പറഞ്ഞു. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ദാസൻ അത് കേട്ട് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വിശ്വാസത്തോടെ അവനെ നോക്കി. എൻ്റെ സമയം വെറുതെ കളയാതെ നീ എന്ന് അദ്ദേഹം പറഞ്ഞു തീർക്കും മുമ്പ് കാർത്തിക് വീണ്ടും പറഞ്ഞു. ഡാഡ്, ഇത് സത്യമാണ്. ഞാൻ ഇന്ത്യയിൽ വെച്ചാണ് ആ കുട്ടിയെ കണ്ടത്. കണ്ടയുടനെ എനിക്ക് അവളെ ഇഷ്ടമായി. ഇപ്പോൾ അവൾ എവിടെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ത്യയിൽ പോയി അവളെ കണ്ട് എൻ്റെ പ്രണയം പറയണം. അവൻ അച്ഛന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ദാസനപ്പോഴും ആലോചനയിലാണ്. തൻ്റെ ഫോണിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അവൻ അച്ഛനെ കാണിച്ചു. തലേ ദിവസം വെങ്കടി അയച്ചു കൊടുത്ത ഹിരണിയുടെ ഫോട്ടോയായിരുന്നു അത്. ആരാ ഇത്? അദ്ദേഹം സംശയത്തോടെ ചോദിച്ചു. പ്രോമിസ് ഡാഡ്. ദാസൻ അവൻ്റെ വാക്കുകൾ കേട്ടതും ആലോചനയിലാണ്ടു. കഴിഞ്ഞ കുറച്ചു ആഴ്ചകളായി മകൻ്റെ കണ്ണുകളിൽ കണ്ട അലച്ചിലിൻ്റെയും അസ്വസ്ഥതയുടെയും കാരണം അദ്ദേഹത്തിനിപ്പോൾ മനസ്സിലായത് തന്നെ. അവളോട് ഇങ്ങോട്ട് വിളിക്ക്, ഞാൻ അവളോട് സംസാരിക്കണം, അദ്ദേഹം പറഞ്ഞു. ഡാഡ്, നോ. ഞാൻ ഇതുവരെ അവളോട് എൻ്റെ പ്രണയം പറഞ്ഞിട്ടില്ല. ദാസൻ തല ചൊറിഞ്ഞു പോയി. അവളെ അവൻ ഇന്ത്യയിൽ വെച്ച് കണ്ടുവെന്നും കണ്ടപാടെ പ്രണയം തോന്നിയെന്നും ഇപ്പോൾ അവൾ ഇരിക്കുന്ന സ്ഥലം അറിഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ പോയി നേരിട്ട് കണ്ട് പ്രണയം വെളിപ്പെടുത്തണമെന്നും അവൻ അച്ഛനോട് വ്യക്തമായി പറഞ്ഞു. ദാസൻ അത് കേട്ട് വീണ്ടും ആലോചിച്ചു. ശരി, ഞാൻ നിനക്ക് 5 ദിവസത്തെ ലീവ് തരാം. പക്ഷേ നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരാവൂ. അവളുടെ സമയം വെറുതെ കളയരുത് നീ, അദ്ദേഹം കർശനമായി കാർത്തികിനോട് പറഞ്ഞു. കാർത്തിക് അത് കേട്ട് ദേഷ്യം വന്നു. അതെങ്ങനെയാ? വെറും 5 ദിവസം കൊണ്ട് ഒരു പെൺകുട്ടിയെ പ്രണയം നേടിയെടുത്ത് അവളെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും? അവൻ ആശയക്കുഴപ്പത്തിലായി. അവളുടെ അടുത്ത് പാസ്പോർട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? വിസ കിട്ടാൻ തന്നെ ദിവസങ്ങൾ എടുക്കില്ലേ? അവനാകെ കുഴങ്ങി. അച്ഛൻ തന്നെ 5 ദിവസം കൊണ്ട് അവളുടെ സ്നേഹം നേടിയെടുക്കാം. അത് കഴിഞ്ഞുവന്ന് അച്ഛനോട് അടുത്ത കള്ളം പറഞ്ഞ് സമയം നീട്ടിയെടുക്കാം. അവൻ മനസ്സിൽ ഓരോന്നും കണക്കുകൂട്ടി. താങ്ക് യു ഡാഡ് എന്ന് പറഞ്ഞവൻ അച്ഛന് നേരെ വായുവിൽ ഒരു കെട്ടിപ്പിടുത്തം സമ്മാനിച്ച് അവിടെ നിന്നും വേഗം ഇറങ്ങി. ഉച്ചസമയം ഹിരണി തൻ്റെ ജോലിയിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. ജോലി തിരക്ക് ഒരുപാടുണ്ടായിരുന്നെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള അവളുടെ ആവേശം അവളെ തളരാതെ മുന്നോട്ട് നയിച്ചു. ഹിരണ്യെ, അവളെ വിളിച്ചുകൊണ്ട് വെങ്കടി അങ്ങോട്ട് വന്നു. ഓ ശല്യം, അവൾ മനസ്സിൽ പിറുപിറുത്തു. അവളുടെ ജോലി തടസ്സപ്പെടാൻ പ്രധാന കാരണം തന്നെ അവൻ തന്നെയാണ്. യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു വന്ന് വെറുതെ സമയം കളയും. അവളോട് സംസാരിക്കുന്നത് മാത്രമാണ് തൻ്റെ പ്രധാന ജോലി എന്ന മട്ടിലായിരുന്നു അവൻ്റെ പെരുമാറ്റം. അവളുടെ അരികിലിരുന്ന് കസേരയിലേക്ക് വന്നിരുന്ന് അവൻ വീണ്ടും ചോദിച്ചു. ഒരുപാട് ബിസിയാണോ നീ? അവൾ മുഖമുയർത്താതെ പതുക്കെ മറുപടി നൽകി.
നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവൾ ചോദിച്ചു. ഉണ്ട്, ഒരുപാട് ജോലിയുണ്ട്. പക്ഷെ എൻ്റെ പ്രഷർ ഗുളിക നിന്റെ കണ്ണുകളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാ അപ്പോയപ്പോൾ മരുന്ന് കഴിച്ചിട്ട് പോകുന്നത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിത്യ അത് കേട്ട് പതുക്കെ ചിരിച്ചു. എനിക്ക് റൂട്ട് തരികയാണോ നിങ്ങൾ? അവൾ അവൻ്റെ കാതോരം വന്ന് രഹസ്യമായി ചോദിച്ചു. ടൈം പാസിന് വേണ്ടി വെറുതെ വർത്തമാനം പറയാൻ ഇയാൾക്കിപ്പോൾ വേറെ പണിയൊന്നുമില്ലേ എന്നവൾക്ക് തോന്നിപ്പോയി. ട്രെയിനിങ് എന്ന പേരിൽ നിത്യ അവളെ പരമാവധി ജോലി ചെയ്യിപ്പിച്ച് പിഴിയുകയായിരുന്നു. ഞാനോ? നിന്നെയോ? ചേച്ചേ, നീ എൻ്റെ ഫ്രണ്ടാണ്, ഒരു സിസ്റ്ററെ പോലെ, അവൻ പറഞ്ഞു. അമ്മാവൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് അവൾ. എങ്ങനെ നോക്കിയാലും അനിയത്തിയുടെ സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞതും. ഇന്ന് വൈകുന്നേരം വരുന്നുണ്ടോ? നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാം, അവൻ ക്ഷണിച്ചു. വേണ്ടെന്ന് തലയാട്ടിക്കൊണ്ട് അവളും മറുപടി നൽകി. ഞാനില്ല, എനിക്ക് കുറച്ച് വർക്കുകളുണ്ട്. എങ്കിൽ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് തോളൽ കുലുക്കി അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി. വൈകുന്നേരം വീട്ടിലെത്തിയ അവളെ പതിവ് പോലെ അവിടുത്തെ പെൺകുട്ടികൾ വട്ടമിട്ടുകൂടി. വെങ്കിടിയുടെ സഹോദരിമാരായിരുന്നു അവരെല്ലാവരും തന്നെ. ഹിരണിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവർ അവളെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് നേരെ അവരുടെ ഗെയിമിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. നമുക്ക് കളിക്കാം, അവർ കളിച്ചു തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ ചേട്ടനെ ഇഷ്ടമാണോ? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചേട്ടനെ ഇഷ്ടമാണോ? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിത്യയുടെ ചിറ്റപ്പൻ്റെ മകൾ അവളോട് ചോദിച്ചു. ഒരു ഫ്രണ്ടായിട്ടൊക്കെ ഇഷ്ടാ? കളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവൾ മറുപടി നൽകി. ചുറ്റുമുണ്ടായിരുന്നവർ പരസ്പരം നോക്കി കള്ളച്ചിരി ചിരിച്ചു. അവർക്കെല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടവുമായിരുന്നു. അവളോട് വെങ്കിടി കാണിക്കുന്ന അടുപ്പം അവരിലും ചെറിയൊരു സംശയമുണ്ടായിരുന്നു. അവൻ അത്ര പെട്ടെന്നൊന്നും ആരോടും ഇത്രയധികം അടുത്ത് പെരുമാറുന്ന കൂട്ടത്തിലല്ല. ഇത്രയും ചിരിച്ചുല്ലസിച്ച് സംസാരിക്കുന്നത് കണ്ട് അവർക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഞാൻ 3 ദിവസത്തിനകം വരും, കാർത്തിക് ഫോണിലൂടെ പറയുന്നത് കേട്ട് വെങ്കിടി ഒരാശ്വാസത്തോടെ ദീർഘശ്വാസം വിട്ടു. വാടാ മോനെ നീ, ഇതിലും ഭേദം നീ അവളുടെ ഒരു ഫോട്ടോയെങ്കിലും അയച്ചു തരും, എന്നിട്ട് അവളെ നോക്കിക്കൊള്ളാൻ പറയൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നന്നായേനെ. എന്നെ ഇങ്ങനെയൊന്ന് ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാമല്ലോ, അവൻ ആശ്വാസത്തോടെ പെറുപെറുത്തു. എനിക്ക് മലയാളം അറിയാം, അത് നീ പറയാതെ തന്നെ എനിക്കറിയാമല്ലോ എന്ന് കളിയാക്കിക്കൊണ്ട് അവൻ വീണ്ടും തറപ്പിച്ച് പറഞ്ഞു. ഇല്ലടാ, എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാം. വെങ്കിടി മുഖത്തൊരു അത്ഭുതം വിടുന്നു. എങ്കിൽ നീ ഇന്ന് സംസാരിക്ക്, അവൻ വെല്ലുവിളിച്ചു. നോ, ഐ വാണ്ട് ടു ടാൽക്ക് ഹർ ഫാസ്റ്റ് ബിക്കോസ് ഐ ലേൺ ടു മലയാളം ജസ്റ്റ് ഫോർ ഹർ. കൊള്ളാം മോനെ, നീ നന്നായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ നീ മലയാള ഭാഷയെ കൊല വിളിക്കാൻ പോകുന്നെന്ന് ആലോചിക്കുമ്പോൾ വെങ്കിടി ചിരിയോടെ അവനെ കളിയാക്കി. ഞാൻ ഇതിലും നന്നായി തന്നെ സംസാരിക്കും. എന്നാൽ എൻ്റെ പേര് ശരിക്കൊന്ന് ഉച്ചരിച്ചേ നീ, ഒരേയൊരു തവണ. വെങ്കിടി നിരാശയോടെ നെറ്റിയിൽ കൈവച്ചു. ഇത്രയും വർഷമായിട്ടും എൻ്റെ പേര് പോലും നിനക്ക് നേരെ ചൊവ്വെ ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല. നീയാണോ ഈ മലയാളം മാതൃഭാഷ ചോരാതെ സംസാരിക്കാൻ പോകുന്നത്? അവൻ പരിഹസിച്ചു. എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയും, അവൻ വാശിയോടെ പറഞ്ഞപ്പോൾ. നീ എന്തെങ്കിലും കാട്ടിക്കൂട്ട് എന്ന് വെങ്കിടി കൈമലർത്തി. പകൽ സമയങ്ങളിൽ മീര എപ്പോഴും തൻ്റെ അമ്മയുടെ അരികിൽ തന്നെയായിരുന്നു. കൺപീലി ചിമ്മാതെ അവൾ അമ്മയ്ക്ക് കാവലിരുന്നു. തന്നാലാവും വിധം അവൾ അമ്മയോട് വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുമായിരുന്നു. അമ്മേ, എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, എങ്കിലും അദ്ദേഹത്തെ വെറുക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, ആ സംസാരവും എന്നെ അത്രമേൽ ആകർഷിക്കുന്നു. നിങ്ങൾ വേഗമൊന്ന് എഴുന്നേൽക്കണം അമ്മ. എൻ്റെ ഈ മാനസിക സംഘർഷങ്ങൾക്കൊരു വിരാമമിടാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. വെറുമൊരു ആശ്വാസത്തിന് വേണ്ടിയുള്ള അടുപ്പമാണെന്നാണ് ഞാനും കരുതിയത്. പക്ഷേ ഇതിപ്പോൾ വേറെ ഏതോ തലത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എൻ്റെ ഉള്ളം ഉരുകിപ്പോകുന്നു. എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് മാത്രമാണ് എൻ്റെ ചിന്തകൾ പോലും. ഇതൊരു തീവ്ര പ്രണയമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ അരികിൽ ഉണ്ടായിരിക്കണമെന്ന് എൻ്റെ ഹൃദയം കൊതിക്കുന്നുണ്ട്. അവൾ അമ്മയുടെ കൈകൾ കോർത്തു പിടിച്ചു. വരണ്ടുണങ്ങിയ ആ വിരലുകളിലേക്ക് തൻ്റെ വിരലുകൾ ചേർത്ത് വെച്ച് അവൾ മെല്ലെ തലോടി. വേഗം കണ്ണു തുറക്കമ്മേ, അവൾ വിതുമ്പി. പതിവ് പോലെ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ രുദ്രൻ വന്നിരുന്നു. കാർ ശാന്തമായി മുന്നോട്ട് നീങ്ങി. പതിവ് പോലെ അവൻ അവളുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചെല്ലാം അന്വേഷിച്ചു. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും ഉച്ചയ്ക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ അവൻ ചോദിച്ചറിഞ്ഞു. അവൾ എല്ലാത്തിനും ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി നൽകി.
എന്തോ ഒരു അപൂർണത അവനെ അലട്ടുന്നുണ്ടായിരുന്നു. വീടിനു മുന്നിൽ കാർ വന്നു നിന്നതും അവൾ ഇറങ്ങാനാഞ്ഞു. പതിവ് പോലെ അവനൊരു കൊച്ചു പൂച്ചെണ്ട് അവൾക്ക് നേരെ നീട്ടി. താങ്ക്സ് എന്നവൾ മടിയോടെ അത് വാങ്ങി. അവളുടെ മുടി തിരിച്ചറിഞ്ഞവൻ ചോദിച്ചു, എന്നെ രുദ്രേട്ടൻ എന്ന് വിളിക്കാൻ നിനക്ക് താല്പര്യമില്ല മീര? അവളൊരു നിമിഷം ഞെട്ടിപ്പോയി. അന്ന് ഏതോ ഒരു ഭാവത്തിൽ അങ്ങനെ വിളിച്ചു പോയതാ. എന്നാൽ ഇനിമേൽ അങ്ങനെ സ്വാഭാവികമായി വിളിക്കാൻ തനിക്ക് കഴിയുമോ എന്ന് ഓർത്ത് അവളുടെ മനസ്സ് അസ്വസ്ഥമായി. ഇല്ല, എനിക്കിഷ്ടമാണ്, അവൾ പതർച്ചയോടെ മറുപടി നൽകി. പൂക്കൾ പിടിച്ചിരുന്ന അവളുടെ കൈകളിൽ മെല്ലെ തൊട്ടുകൊണ്ട് അവൻ പറഞ്ഞു, എങ്കിൽ അങ്ങനെ തന്നെ വിളിക്കണം നീ മീര. എനിക്കും അത് കേൾക്കാനാണിഷ്ടം. ശരി, അവൾ തല താഴ്ത്തി സമ്മതിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ദാഹം കാരണം മീര പെട്ടെന്ന് കണ്ണു തുറന്നു. മേശപ്പുറത്തിരുന്ന വാട്ടർ ബോട്ടിൽ ശൂന്യമായിരുന്നു. അവൾ മെല്ലെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു. രുദ്രൻ മുറിയിൽ നിന്നും നേർത്തൊരു വെളിച്ചം പുറത്തേക്ക് അണയുന്നുണ്ടായിരുന്നു. അവൾ മടിയോടെ വാതിൽ ചെറുതായി തള്ളിത്തുറന്നു. ജനലരികിൽ ഇരുട്ടിലേക്ക് കണ്ണും നട്ട് നിൽക്കുകയാണവൻ. ഇത്രയും നേരം അവൻ തൻ്റെ ഷ്യാമിനെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പതിവ് പോലെ സ്വിച്ച് ഓഫ് എന്ന സന്ദേശം മാത്രമാണ് ലഭിച്ചത്. അവൻ്റെ മനസ്സ് അപ്പോഴും ശൂന്യമായിരുന്നു. അവൻ എന്നോട് ഒരൊറ്റ വാക്ക് സംസാരിച്ചിരുന്നെങ്കിൽ. അവൻ നിശബ്ദമായി കൊതിച്ചു. ഉറങ്ങിയില്ലേ? മീരയുടെ ശബ്ദം കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. രാത്രി വസ്ത്രമായി ലൂസായൊരു ഷർട്ടും പൈജാമയുമായിരുന്നു അവൾ ധരിച്ചത്. 2 ആഴ്ച മുൻപ് അവളുടെ വീട്ടിൽ നിന്നും എടുത്തു കൊണ്ടുവന്ന വസ്ത്രങ്ങളായിരുന്നു അവ. അല്പം അലസമായി കിടക്കുന്ന മുടിയും പകുതി ഉറക്കത്തിലുള്ള ആ കണ്ണുകളും അവനേറെ പ്രിയപ്പെട്ടതായി തോന്നി. വളരെ നാളത്തെ പരിചയമുള്ള ഒരാളെ പോലെയാണ് അവൾ അവനും അനുഭവപ്പെട്ടത്. ഉറക്കം വരുന്നില്ല മീര, അവളോട് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവളുടെ കയ്യിൽ ശൂന്യമായ വാട്ടർ ബോട്ടിൽ കണ്ട് അവൻ തൻ്റെ മേശപ്പുറത്തിരുന്ന വെള്ളക്കുപ്പി അവൾക്ക് നേരെ നീട്ടി. താങ്ക്സ്. അവൾ വെള്ളം കുടിക്കുന്നത് അവൻ നോക്കി നിന്നു. കുപ്പി തിരികെ നൽകി അവൾ പോകാനായി തിരിഞ്ഞു. പെട്ടെന്ന് രുദ്രൻ അവളുടെ കൈകളിൽ പിടിച്ചു. അവൾ പരിഭ്രമത്തോടെ തിരിഞ്ഞു നോക്കി. ഇന്ന് ഒരു ദിവസം നീ ഇവിടെ ഉറങ്ങാമോ മീര? ഞാൻ നന്നായൊന്ന് ഉറങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. നിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാനൊന്നും ചെയ്യില്ല, പ്രോമിസ്. മീര ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ സമ്മതമെന്നോണം തലയാട്ടി. അവൻ്റെ കട്ടിലിൽ അവർ രണ്ടുപേരും തല ചായ്ച്ചു കിടന്നു. അവർക്കിടയിൽ കൃത്യമായൊരു അകലമുണ്ടായിരുന്നു. അപ്പോഴും കിടന്ന ഉടനെ തന്നെ മീര ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വീണു. എന്നാൽ രുദ്രൻ ഉറങ്ങിയതേയില്ല. അവൻ അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി അങ്ങനെ തന്നെ കിടന്നു.